ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖിനോടുള്ള മഹബ്ബത്ത് അവരെ സലാത്ത് പെരുപ്പിച്ചോ. اللهم صل على سيدنا محمد النبي الأمي الحبيب العادل القدير العظيم الداهي وعلى آله وصحبه وسلم. ഈ സലാത്തിന്റെ പേര് ദഖീറത്തുൽ ഖൈർ, ഖൈറിന്റെ സൂക്ഷിപ്പ് സ്വത്ത്. ഈ സലാത്ത് കിടക്കാൻ നേരത്ത് വെള്ളിയാഴ്ച രാവ് അല്ലാത്ത രാത്രികളിൽ 10, വെള്ളിയാഴ്ച രാവ് 100 ചെല്ലാം. അങ്ങനെ പതിവായിക്ക് കൊണ്ടുവന്നാൽ കശ്ഫിന്റെ അഹലുകാരെന്ന് ഈ മഹാന്മാർ പറയും, റസൂലിന്റെ കൈ കൊണ്ട് നിന്റെ ജലത്തെ ഖബറിൽ വെക്കും വരികയാവും. അത്ര ശ്രേഷ്ഠമുള്ള സ്ഥലത്താണ്. മറ്റൊന്ന് ആ കടം വീണ്ട സ്ഥലത്താണ്. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ അബ്ദിക വറസൂലിക വഅലൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. ആ സലാത്ത് ഒരു ദിവസം 33 ചൊല്ലിക്കോ. നിസ്കാരത്തിന്റെ പിറകെന്നൊന്നുമല്ല. കൂടുതൽ കടണ്ടോ 360 ചെല്ലിക്കോ. സലാത്ത് ചെല്ലുമ്പോൾ തന്നെ കടം വീടാൻ ചെല്ലാൻ പാടില്ല, ചെല്ലിക്കൊള്ളുക. അങ്ങനെ ആകുമ്പോൾ കടം അല്ലാഹു വീട്ടിക്കോളും. റഹ്മുറാഹിമായ നാഥ, ഏ മജ്ലിസാകുന്ന മജ്ലിസ്, ലൈലത്തുൽ ഖദ്റിന്റെ രാത്രി, അതേ അവസരത്തിൽ എത്ര ലക്ഷം ആളുകളാണ് ഇവിടെ ഉള്ളത്. അതിൻ്റെ പുറമെ എത്രയോ ആളുകൾ നമ്മൾ കാണാത്തവരുണ്ട്. എത്രയോ പെണ്ണുങ്ങൾ ഇതിൻ്റെ ചുറ്റുഭാഗത്തുണ്ട്, കുട്ടികളുണ്ട്. അവരെല്ലാവരും റഹ്മത്തിന് ഇറങ്ങുന്ന മജ്ലിസാണ്. അതുകൊണ്ട് നമ്മൾ വളരെ അല്ലാഹുവിലേക്ക് അടുക്കേണ്ട സമയമാണ്. നല്ല നിലക്ക് അല്ലാഹുവിൻ്റെ പൊരുത്തത്തിലും പ്രീതിയിലും റസൂലിനോടുള്ള അങ്ങേയറ്റത്തെ മഹബത്തും, അതുപോലെ അഹ്ലുൽ ബൈത്ത്, അല്ലാഹുവിന്റെ മഹാന്മാരായ ആലിമീങ്ങൾ, എല്ലാ ആളുകളെയും ഞങ്ങൾ വന്ദിക്കേണ്ടവരെ വന്ദിക്കണം. അവരെല്ലാവരെയും ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മളെ സലാമത്താകട്ടെ. എല്ലാ ഹലാലായ മുറാദുകളെയും റബ്ബേ നീ ഹസനാക്കി തരണേ റഹ്മാനേ. എല്ലാ ബലാഗ് മുസീബത്തുകൾക്കും കാക്കണേ റഹ്മാനേ. ആരാണ് നമ്മളെ നബി? ചെറിയ നബിയാണോ? അങ്ങനത്തെ ഒരു നബിനെ നമുക്ക് കിട്ടുമോ? അന്ത ഉമ്മ അബൂ മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്ത് യാ സയ്യിദി ഖൈറൻ നബി. മങ്കൂസ് മൗലൂദിന് പറഞ്ഞത് തങ്ങൾ മാതാവോ അതല്ല പിതാവോ, ഒരു മാതാവിനും പിതാവിനും തങ്ങളെ ദയ പോലത്തെയും കൃപ പോലത്തെയും ദയും കൃപയും ഞങ്ങൾ കണ്ടിട്ടില്ല. അങ്ങനെയല്ലേ? നബിയെ തങ്ങൾ റബ്ബ് തങ്ങൾക്ക് തരും, അപ്പൊ താങ്കൾ തൃപ്തിപ്പെട്ടു പോകും. ഞാൻ തൃപ്തിപ്പെട്ടു പോകുന്നു, അത്ര നീ തരുമോ? എന്നാൽ അല്ലാഹുവിന്റെ റസൂൽ അന്നേരം പറയാൻ തന്നറിയോ? അത്ര ഭാര്യ തരും, എൻ്റെ കുട്ടികളെയും പെണ്ണുങ്ങളെ ബാക്കിയുള്ളവരെയും ഒക്കെ നന്നാക്കുന്നല്ല. എന്നാൽ ഞാൻ തൃപ്തിപ്പെടുന്ന പ്രശ്നമല്ല റബ്ബേ. എന്റെ ഉമ്മത്തുകളിൽ നിന്ന് ഒരൊറ്റ ഒരുത്തൻ നരകത്തിനുണ്ടെന്ന് ഞാൻ അറിഞ്ഞാൽ ഞാൻ തൃപ്തിപ്പെടൂല. അങ്ങനെ പറഞ്ഞ നബിയെ നമ്മളെ നബിയെ. അപ്പൊ നമ്മൾ ആരെങ്കിലും ഒരാൾ നരകത്ത് പോണ റസൂലിട്ടല്ല. അങ്ങനത്തെ നമ്മളെ റസൂലിനെ കുറ്റം പറഞ്ഞാലോ? അത്ര നന്ദി കെട്ടവൻ വേറെ ആരെങ്കിലും ഉണ്ടാകും? അല്ലാഹു കാക്കട്ടെ.